الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن الله يحب التوابين ويحب المتطهرين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ദുനിയാവിൽ വെച്ച് പരലോക മോചനത്തിന് വേണ്ടി പരലോകത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്: വിശ്വാസവും അമലുസ്സാലിഹാത്തും. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിശ്വാസം പറഞ്ഞാലൊക്കെ അവിടെ അമലുസ്സാലിഹാത്ത് പറയും. അമലുസ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ഉദ്ദേശിക്കും. സൽക്കർമ്മങ്ങൾ പറഞ്ഞിടത്തൊക്കെ വിശ്വാസവും കൊണ്ടുവരും. കർമ്മങ്ങളില്ലാത്ത വിശ്വാസം കൊണ്ടോ വിശ്വാസങ്ങളില്ലാത്ത കർമ്മങ്ങൾ കൊണ്ടോ പ്രത്യേക പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് നമ്മൾ പറയുന്ന അമലിയാത്തുകൾ, അങ്ങനെയാണ് അതിന് പറയാം. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് കർമ്മപരമായ കാര്യങ്ങളാണ്. അത് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഫിഖ്ഹ് എന്നാണ് അതിന് അറബിയിൽ പറയാം. ഖുർആനിന്റെ ഒരായത്ത് കിട്ടിയത് കൊണ്ടോ ഒരു ഹദീസിൽ കണ്ടത് കൊണ്ടോ അതുപോലെ തന്നെ കർമ്മം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആ ആയത്തുകളും ഹദീസുകളുമൊക്കെ വെച്ച് പരിശോധിച്ച് അതിൽ നിന്നും ഉരുത്തിരിയുന്ന നിയമങ്ങളാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. നേർക്ക് നേരെ ഹദീസല്ല, നേർക്ക് നേരെ ഖുർആനുമല്ല. പരിശുദ്ധ ഖുർആനിൽ കർമ്മങ്ങളെ കുറിച്ച് ഒരുപാട് സൂചനകൾ, നമ്മൾ ചെയ്യുന്ന സാധാരണ കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പൊക്കെ. പക്ഷെ അതൊന്നും പരിപൂർണമായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നിസ്കരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കൃത്യമായ രൂപവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് കർമ്മശാസ്ത്രമാണ്. നോമ്പ് നോൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഏതാനും ചില മര്യാദകളും പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നോ രണ്ടോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രൂപങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഖുർആനിൽ പറഞ്ഞ ഒരു പ്രധാന കർമ്മമാണ് വുളൂ എന്ന് പറയുന്ന കർമ്മം. അതിനൊന്നും പെട്ടതല്ല. പക്ഷെ വുളൂ ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല. അതിനാണ് ഷർത്ത് എന്ന് പറയുന്നത്.
ഒരു വിഷയത്തിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ, നിബന്ധന എന്ന് പറഞ്ഞാൽ അത് ആ വിഷയത്തിൽ പെട്ടതല്ല. ഉദാഹരണമായി നിസ്കാരത്തിന്റെ ഷർത്താണ് വുളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വുളൂ നിസ്കാരത്തിൽ പെട്ടതല്ല, പക്ഷേ വുളൂ ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല എന്നതാണ്. ഒരു പ്രത്യേക കർമ്മത്തിൽപ്പെട്ടതല്ല, എന്നാൽ അതില്ലാതെ നിസ്കാരം ശരിയാവില്ല, അല്ലെങ്കിൽ ആ കർമ്മം ശരിയാവില്ല. അതിനാണ് ഷർത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശുദ്ധിയെയും വൃത്തിയെയും വെടിപ്പിനെയും ഒക്കെ അടയാളപ്പെടുത്തുന്നതാണ് വുളൂ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് മാനസികമായ ശുചിത്വം, വ്യക്തിപരമായ ശുചിത്വം, ശാരീരികമായിട്ടുള്ള ശുചിത്വം. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായി പറയാതെ വുളൂ എന്ന് പറയുന്ന ഒരു കാര്യം, അതുപോലെ കുളിയുടെ ഒരു കാര്യം, അത് കണിശമായിട്ട് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഓതിയ ആയത്ത് സൂറത്ത് അൽ ബഖറയിൽ ആയത്ത്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. രണ്ട് കാര്യം. തൗബ ചെയ്യുന്നവരെ, പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ കഴുകി മാലിന്യ മുക്തമാക്കാനുള്ളതാണ് തൗബ, പശ്ചാത്താപം, പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതാണ് യുഹിബ്ബുത് തവ്വാബീൻ. അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മാനസികമായി ശുചിത്വമുള്ളവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ് എപ്പോഴും നോക്കുക മനുഷ്യന്റെ മനസ്സാണ്. മനസ്സ് ശുദ്ധല്ലെങ്കിൽ പിന്നെ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. വയുഹിബ്ബുൽ മുതതഹിരീൻ. ത്വഹാറത്തുള്ളവരെയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മനസ്സ് മാത്രം നന്നായാൽ പോരാ, ശരീരവും നന്നാവണം എന്നതാണ്. ശരീരം വൃത്തിയുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷയം തീർന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. കാരണം കാര്യങ്ങൾ കർമ്മമായി ബന്ധപ്പെട്ട കാര്യമാവുമ്പോൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. വൃത്തിയുടെ ഭാഗങ്ങളൊക്കെ ഇസ്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഒരു മനുഷ്യൻ അവന്റെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഫിത്റുകൾ, അനാവശ്യമായി പുറത്ത് കാണാത്ത രോമങ്ങളൊക്കെ വടിച്ചു കളയണം. അങ്ങനെയാണ്. പുറത്ത് കാണാത്ത രോമങ്ങളൊക്കെ വടിച്ചു കളയണം. ഔറത്ത് മറച്ചാൽ പുറത്തു കാണുന്ന രോമങ്ങളെ വളർത്തണം നിബന്ധനയോടുകൂടി. അതിൽപ്പെട്ടതാണ് താടി, മീശ. താടി വടിച്ചു കളയാനുള്ളതല്ല, വളർത്താനുള്ളതാണ്. പിന്നെ അത് എത്ര വേണം, എങ്ങനെ വേണം എന്നുള്ളടുത്ത് അഭിപ്രായ വ്യത്യാസമുള്ളൂ. താടി വടിക്കുക എന്നത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല അത് നല്ല കാര്യമാണ്. താടി വടിക്കുക എന്നത് ഹറാമാണ് എന്ന് തന്നെയാണ് സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിഷിദ്ധമാണ്. ഈജിപ്തില് ചില പണ്ഡിതന്മാർ അവരുടെ ഫത്വയിൽ കാണാം, താടി വടിക്കാതിരുന്നാൽ മതി എന്നുള്ള, എന്നാൽ സുന്നത്ത് കിട്ടുമെന്ന്. താടി വടിക്കാൻ പാടില്ല. അതെന്റെ ഒരു മസാല വേറെ. കാരണം അവർക്ക് ലൈസൻസ് വേണം താടി വെക്കണമെങ്കിൽ. നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ ലൈസൻസ് പോലെ താടി വെക്കണമെങ്കിൽ ലൈസൻസ് വേണമല്ല നാട്ടില്. അപ്പൊ അതുകൊണ്ട് അതുപോലെ കക്ഷം, ഗുഹ്യരോമങ്ങൾ, ഇതൊക്കെ പുറത്ത് കാണാത്തതാണ്. ഔറത്ത് മറച്ചാൽ പുറത്ത് കാണാത്തതാണ്. അതാണ് അതിന്റെ ഒരു മാനദണ്ഡം. അത് നിർബന്ധമായിട്ടും വടിച്ച് കളയണം എന്ന് തന്നെയാണ്. 40 ദിവസം വരെയൊക്കെ കൊണ്ടുപോകാം. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുളിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ സന്തോഷം. എന്നാലും ഒരു ഇന്റർവ്യൂ യാദൃശ്ചികമായി ശ്രദ്ധപ്പെട്ടതാ. 2 കൊല്ലായി കുളിച്ചിട്ട് എന്നാണ് ഒരു പെമ്പറന്നോള് പറയുന്നത്. അതിന്റെ പിന്നാലെ കുറെ ചാനലുകൾ. നിങ്ങൾ ആലോചിക്കുക, കുളിക്കാതിരുന്നാൽ മതി കുറച്ചാൽ, എന്നാലും ചാനലേറി നമ്മളടുത്ത് വരും. വലിയ കാര്യമാക്കി കാണിച്ചു കൊടുക്കുമ്പോ ഈ തലമുറ കുട്ടികൾ വിചാരിക്കുന്നത് വലിയൊരു കാര്യമെന്നാണ്. നമുക്കൊക്കെ 2 നേരം കുളിച്ചാലും തൃപ്തി ആവാത്ത ആളുകളാണ് നമ്മുടെ ഈ തലമുറയ്ക്ക്.
കുട്ടികളോട് കുളിക്കാൻ പറഞ്ഞാൽ പറയാം അതൊരു തന്തവൈബാണ്, ഞങ്ങൾക്ക് അതൊന്നും കഴിയൂല, നിങ്ങള് പഴഞ്ചനാണ്, ഞങ്ങൾ ന്യൂജനാണ്. അതല്ല, ഇസ്ലാമിന്റെ ഈമാനിന്റെ ഭാഗം ത്വഹാറത്തു ശത്രുൽ ഈമാൻ. മീശ അത് വടിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, ചെറുതാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ നിബന്ധനകൾ. അപ്പൊ മനുഷ്യന്റെ വൃത്തി കീപ്പ് ചെയ്യാൻ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആന്തരികമായതും ബാഹ്യമായതും കീപ്പ് ചെയ്യാനുള്ള ഒരു വൃത്തിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതിനാണ് ഉളൂ എന്ന് പറയുക. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ അംഗശുദ്ധി വരുത്തുക എന്നത്. വലിയ പ്രാധാന്യമുള്ളതാണ് ഉളൂ. ഇവിടെ ആർക്കും ഉളൂ അറിയാത്തവരുണ്ടാവില്ല, നമ്മളൊക്കെ ഉളൂ എടുത്തുനിന്ന് കയറിയവരാണ്. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കണം, എന്നാൽ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. ചെയ്യണ കാര്യം കൃത്യമായി ചെയ്ത. രണ്ട് കാര്യമാണ് ഒരമല് അള്ളാഹ് സ്വീകരിക്കാൻ വേണ്ടത്. ഒന്ന് നീയത്താണ്. ഒളു കൊടുക്കുമ്പോൾ നമ്മൾ നീയത്ത് ചെയ്യും. നിസ്കാരത്തെ ഹലാലാക്കുന്നോ ഒളു ചെയ്യുന്നു എന്നൊക്കെ നീയത്ത് ചെയ്താൽ മനസ്സിലുണ്ടായാൽ മതി, പറയൊന്നും വേണ്ട. രണ്ടാമത്തെ കാര്യം, അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലായിരിക്കണം. അതാണ് അതിന്റെ പരിപൂർണത എന്നുള്ളത്. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന്റെ കർമ്മം അള്ളാഹു സ്വീകരിക്കുള്ളൂ. പലപ്പോഴും പല ആളുകളടുത്തുള്ളത് 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഒളുവാണ്. 80 വയസ്സായാലും 2ാം ക്ലാസ്സിൽ ഒളുവായിട്ടാവും നടക്കുന്നത്. ബാക്കിയൊക്കെ മാറിയിട്ടുണ്ടാവും. പഴയ ബനിയനും കുപ്പായും ആ പിന്നെ തൊപ്പിക്കോടയും ഒക്കെ ഒഴിവാക്കിയെങ്കിലും കൂടിയിട്ട് ഒളുപ്പോഴും പഴയ കാലത്തുള്ള ഒളുവാണ്. അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. പലരും ഒളു ചെയ്യുമ്പോ വളരെ വൈവിധ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് ഓനറിയില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരം നോമ്പും ഹജ്ജൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായി പറഞ്ഞു തന്ന ഖുർആൻ പറഞ്ഞു തന്നൊരു കാര്യം ഉളുവാണ്. ഹദീസിൽ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഒരു മനുഷ്യന് ഉളു എടുത്താല് അവന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരും എന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. വെറുതെ കയ്യും കാലും കഴുകലല്ല. ചില ഹദീസിൽ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ അതിലൂടെ പാപങ്ങൾ ഒലിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നഖത്തിന്റെ ഉള്ളിലൂടെ അവന്റെ പാപങ്ങൾ ഒലിച്ചു പോകും എന്ന് ഹദീസിലുണ്ട്. സ്വർഗത്തിന്റെ 8 വാതിലും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാര്യം പറഞ്ഞപ്പോ 8 വാതിലിൽ നിന്നും വിളിക്കുന്ന ആളാരാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹുവിനുള്ള ഒരു സന്തോഷം. അതുപോലെ സ്വർഗത്തിന്റെ 8 വാതിലിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ കയറിപ്പോകാൻ ഓപ്ഷനുകളുള്ള ഒരാള് ആരാന്നറിയോ? ഒളെടുക്കുകയാണ്. ഒളെടുത്തിട്ട് മറ്റ് പണികളിലൊന്നും ഏർപ്പെടുന്നതിന്റെ മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു പണിയില്ല കേട്ടോ, നമുക്കൊക്കെ അറിയണതാണ്, പക്ഷെ നമ്മൾ ചെയ്യലില്ല. അത്ര പറഞ്ഞാൽ മതി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചില റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. സിമ്പിൾ അല്ലേ? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ. അല്ലാഹുവേ, പശ്ചാത്തപിക്കുന്ന കൂട്ടത്തിൽ, മാനസിക ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അതുപോലെ വജഅൽനി മിനൽ മുതതഹിരീൻ, എന്നെ ശാരീരിക ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ്. അതിന് ചിലയിടത്തൊക്കെ നമ്മൾ കാണാം, പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് ദ്വാരന്ന് ഒതുർത്തതിന്റെ ശേഷം ഒക്കെ എടുത്തു വയ്ക്കണേ. ഒതുർത്തതിന്റെ ശേഷം പടിഞ്ഞാട്ടൊക്കെ തിരിഞ്ഞിട്ട് ആളുകളൊക്കെ പിന്നെ ദ്വാരന്ന മുഖത്തൊക്കെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒതുർത്ത് കഴിഞ്ഞ ഉടനെ കാല് കഴുകിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരും കേൾപ്പിക്കും വേണ്ട, അവൻ സ്വന്തം പറഞ്ഞാൽ മതി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതെങ്കിലും ചുരുങ്ങിയത്. ഇല്ലെങ്കിൽ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇഷ്ടമുള്ള 8 വാതിലിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ കയറിപ്പോകാൻ. അപ്പൊ ഇതിന്റെ ശുദ്ധിയുടെ ഒരു പ്രാധാന്യം നോക്കി നിങ്ങൾ, അറിയാതെ കിട്ടുന്ന പ്രതിഫലങ്ങളാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നിത്യമായി വൃത്തിയുള്ളവനായിരിക്കുക എന്നതാണ്. ഉറങ്ങുമ്പോ ഒരു ഒലൊക്കെ എടുത്ത് പോയി കിടക്കുക, എപ്പോഴും ഒലുണ്ടായിരിക്കുക. പഴയ കാലത്തൊക്കെ അങ്ങനത്തെ ആളുകൾ കുറെ ഉണ്ടായിരുന്നു, ഒക്കെ മരിച്ചുപോയി. ദാഇമുൽ ഉളൂ.
എപ്പോഴും ഒരു മനുഷ്യൻ ഓതുള്ളവനായിരിക്കുക നല്ലൊരു കാര്യമാണ്, ഏറ്റവും നല്ല കാര്യം. ചെറുപ്പക്കാർക്കും വലിയ ആളുകൾക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഒന്നുണ്ടായിക്കോട്ടെ, കയ്യും കാലം തേച്ചുമ്പോൾ അതൊരു ഒലുവാക്കി മാറ്റുക, എന്നാൽ അതൊരു കൂലി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഉളുവിന് വളരെ പ്രത്യേകമായിട്ടൊരു പ്രാധാന്യം പറഞ്ഞിട്ടുള്ളത്. ഉളുവിനെ പറ്റി സൂറത്ത് മാഇദയിലാണ് അല്ലാഹു പറഞ്ഞത്, 6-ാമത്തെ ആയത്ത്. അത് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഖുർആനിൽ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശ്രദ്ധിക്കണം എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേട്ടാ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അറ്റൻഷൻ എന്ന് പറയുന്ന അർത്ഥം അറ്റൻഷനാണ്, ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഒരു നല്ല കാര്യം കൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം വിരോധിക്കും. എന്നാണ് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു. അതുകൊണ്ട് സഹാബികളൊക്കെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേട്ടാ അറ്റൻഷൻ ആവും, എന്തോന്ന് കാര്യമായിട്ട് പറയാണ്ട് എന്നാണ്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു. ഇദാ ഖുംതും ഇലസ്സലാത്ത്, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, നിന്നാൽ എന്നാണ് അർത്ഥം വെക്കുക, പക്ഷെ ഉദ്ദേശിച്ചാൽ, അങ്ങനെ അറബി ഭാഷയുടെ പ്രയോഗമാണ്. നിസ്കരിക്കാൻ നിന്നിട്ടല്ല ഒതുണ്ടാക്കേണ്ടത്, ഒതെടുത്ത് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം. ഒളുവിന്റെ ഒന്നാമത്തെ ഫർളാണ് നിയ്യത്ത് കഴിഞ്ഞാൽ മുഖം കഴുകണം. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളും കഴുകണം. ഇലൽ മറാഫിഖി, കൈമുട്ടുവരെ. വംസഹു ബിറൂസിക്കും, നിങ്ങൾ തല തടവണം. വഅർജുലക്കും, നിങ്ങളുടെ കാല് കഴുകണം. ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ. ഒളുവായി, ഒളുവിന്റെ എല്ലാ കർമ്മങ്ങളുമായി. അത് തർത്തീബ് പ്രകാരം തന്നെ ചെയ്യണം, എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം തന്നെ ചെയ്യണം. അതുകൊണ്ട് ഒളു എടുക്കുമ്പോൾ മുഖം കഴുകുക, 2 കൈ കഴുകുക, തല തടവുക, കാല് കഴുകുക. തർത്തീബായിട്ടേ പാടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമം തെറ്റിക്കാൻ എന്തായാലും പാടില്ല. മുഖം എന്ന് പറഞ്ഞാൽ അത് മുഖം കഴുകണം. പലരും മുഖം കഴുകുന്നത് തെറ്റായ രൂപത്തിലാണ്. മുഖത്തിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസിലൂടെ തെളിവെടുത്ത് അതിർ നിശ്ചയിച്ചിട്ടുണ്ട്. മുഖം എന്ന് പറഞ്ഞാൽ സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അടിഭാഗം വരെ, അറ്റം വരെ നീളത്തിലും, ഒരു ചെവിക്കുറ്റി മുതൽ മറ്റൊരു ചെവിക്കുറ്റി വരെ വീതിയിലുമുള്ള ആ സറൗണ്ടിങ്, ആ പ്രദേശങ്ങൾക്കാണ് മുഖം എന്ന് പറയുന്നത്. മനുഷ്യനെ നേരിടുന്നത് എന്നാണ്. അള്ളാന്റെ ദുന്യാവില് മനുഷ്യനല്ലാത്ത എല്ലാ ജന്തുക്കളും മൂർധാവ് കൊണ്ടാണ് മറ്റൊന്നിനെ നേരിടുന്നത്. ഇപ്പൊ നായയാണെങ്കിലും പോത്താണെങ്കിലും കൊരങ്ങനാണെങ്കിലും ഒക്കെ ഇങ്ങനെയല്ല നോക്കുക, നേരെ നോക്കുന്ന ഒരു മനുഷ്യൻ അള്ളാന്റെ ദുന്യാവിൽ മനുഷ്യ മാത്രമേ ഉള്ളൂ. അവൻ 2 മുഖം, അതാണ് വജ്ഹ് എന്ന് പറഞ്ഞത്, നേരിടുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടുന്നത്. ആ വജ്ഹിനെ അള്ളാഹ് നിശ്ചയിച്ചത് നിങ്ങൾ കഴുകി വൃത്തിയാക്കുക. ഫഗ്സിലൂ, തേച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, മുഖം ഒന്ന് നീട്ടിപ്പരത്തി കൃത്യമായിട്ട് കഴുകണം. അമ്മ താടി ഉണ്ടെങ്കിൽ താടി രോമൊക്കെ ഉൾപ്പെടുത്തി കഴുകണം. പലരും വള്ളെടുത്തിട്ട് ചെടിയിൽ വെച്ച് ഇങ്ങനെ വരതിന് കാണും, ഇങ്ങനെ വരതും പല മുഖങ്ങളും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. അല്ല, ഒരു ചെവിക്കുറ്റിയുടെ ഈ ഭാഗത്ത് ഈ റൗണ്ടിങ് കൃത്യമായിട്ട് എത്തിയിട്ടേ മുഖം കഴുകാൻ പാടും. അതൊക്കെ ഹദീസിലൂടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വിവരിച്ചത്. ഇനിയും വിശദീകരണം വേണമെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വഅയ്ദിയക്കും മിനൽ മറാഫിഖി, നിങ്ങളുടെ കൈമുട്ട്, കൈ മുട്ടുവരെ കഴുകണം. ഐദി എന്ന് പറഞ്ഞ യദ് എന്ന് പറയുന്ന അറബിയിലെ കയ്യ് എന്നതിന്റെ ബഹുവചനമാണ് ഐദി. കയ്യ് എന്ന് പറഞ്ഞാൽ പലതുമാവാം. അതിനെ വ്യാഖ്യാനിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മൊത്തത്തിൽ ഇതിനെ കയ്യ് എന്ന് പറയും. ഇവിടെയും നമ്മൾ കയ്യ് എന്ന് പറയും, മുൻകയ്യിനെ കയ്യ് എന്ന് പറയും. അതുപോലെ കണം കയ്യിനെ നമ്മൾ സായിദ് എന്ന് പറയും, അറബിയിൽ കൈ എന്ന് പറയും. തോളിനും കൈ എന്ന് പറയും. പക്ഷെ അതിനെ അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. കട്ടവന്റെ, ഞാൻ ആ ക്രിമിനൽ നിയമങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, കട്ടവന്റെ കൈ മുറിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞാൽ അത് നബി തങ്ങൾ മുറിച്ചത് കൈപ്പത്തിയാണ്.
ഒളു എടുക്കുമ്പോ പ്രത്യേകം പറഞ്ഞത് ഇലൽ മറാഫിഖ് എന്ന, കയ്യിന്റെ മുട്ടുവരെ കഴുകണം എന്നാണ്. ഇല എന്ന് പ്രയോഗിച്ചത് ഖുർആനിലെ അറബി ഭാഷാ നിയമപ്രകാരം അത് മഅ എന്ന അർത്ഥത്തിലാണ്. സൂറത്തുൻ നിസായിൽ കാണാം, വലാ തഅകുലു അംവാലഹും ഇലാ അംവാലിക്കും ഇന്നഹു കാന ഹുബൻ കബീറ. നിങ്ങൾ യതീം കുട്ടികളുടെ മുതല് നിങ്ങളുടെ മുതലിന്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പാടില്ല. അവിടെ അള്ളാഹ് പറഞ്ഞത് ഇലാന്നാണ്. ആ ഇലയുടെ അർത്ഥം മഅ എന്ന, കൂടെ എന്ന അർത്ഥമാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഇലൽ മറാഫിഖി എന്ന് പറഞ്ഞാൽ മഅൽ മറാഫിഖി എന്നതാണ് ശരിയായ അഭിപ്രായം. മുട്ടുവരെ അല്ല, മുട്ടുൾപ്പെടെ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കയ്യിന്റെ മുട്ട് നനയാണ്, കയ്യിന്റെ മുട്ട് ഉൾപ്പെടെ നനയാണ്. ഇവിടെ പ്രശ്നമുണ്ട്. കാരണം മുൻകൈ കഴുകും നമ്മൾ ആദ്യം, അത് ഒതുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് തുടങ്ങേണ്ടത്. പിന്നെ മുൻകൈയാണ്. അപ്പൊ മുൻകൈ കഴുകിയിട്ട് കൈയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മുട്ടിങ്ങന്ന് കഴുകുമ്പോ നമ്മൾ പലപ്പോഴും കൈയിന്റെ അറ്റം ശ്രദ്ധിക്കൂല. അവിടെ വെള്ളം നനഞ്ഞിട്ടുണ്ടാവും, ആദ്യം കഴുകിയിട്ടുണ്ടാവും. പക്ഷെ അത് പോരാ, അത് ഒതുവിന്റെ ഒറിജിനൽ കഴുകലല്ല, അത് സുന്നത്തായ കഴുകലാണ്. ഫർള് കഴുകല് രണ്ടാമതാ വരുന്നത് ഒതുടുക്കുമ്പോ. അതുകൊണ്ട് കയ്യിന്റെ മുട്ടൊക്കെ ശരിക്കും നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം കഴുകേണ്ടതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പൈപ്പിന്ന് കയ്യിന്റെ മുട്ട് താഴേക്ക് കഴുകിയാൽ മതി, കുഴപ്പമില്ല. പൈപ്പിന്ന് വെള്ളം ചാടാണ്, കയ്യിന്റെ മുട്ട് താഴേക്ക് കഴുകിയാൽ മതി. പക്ഷെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പാടില്ല, കൈ മുഴുവനായിട്ട് കഴുകി. അല്ല, പാത്രത്തിൽ നിന്നാണെങ്കിൽ വെള്ളം കോരിയിട്ട് താഴേക്ക് കഴുകുമ്പോ ഏതായാലും ഇവിടെ ഉണ്ടാവുമല്ലോ. പക്ഷെ അപ്പൊ കയ്യിന്റെ മുട്ട് ശ്രദ്ധിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഐദിയക്കും ഇലൽ മറാഫിഖ്. മറ്റൊന്ന് വംസഹു ബിറൂസിക്കും, നിങ്ങൾ തല തടവണം എന്ന്. തല തടവ, തല തടയണം. തല എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ മുടി മുളക്കുന്ന ഭാഗം മുതൽ പെരടിയുടെ അറ്റം വരെയാണ് തല. കഷണ്ടിക്കാരല്ല പറയുന്നത്. സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ തലയുടെ പിൻഭാഗം വരെ, പെരടി അതുവരെ തല. തലക്കാണ് പ്രാധാന്യം, തല മുടിക്കല്ല. തലമ്മ മുടിണ്ടെങ്കിൽ ഓക്കെ, ആ മുടി തടയാം. മേലെങ്ങനെ മുടി ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. തലമൊന്ന് മാറി നിൽക്കണ മുടിയൊന്നും പോയിട്ട് എന്ത് ചെയ്യേണ്ട? തടവേണ്ടത് തലയാണ് തടയേണ്ടത്. പിന്നെ തടവേണ്ടത് മസ്ഹുർ റഅസ് എന്നാണ്. തല അത് തടഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ വെള്ളം ഒലിപ്പിക്കേണ്ടതില്ല, കൈകൊണ്ട് തടഞ്ഞാൽ മതി എന്നതാണ്. കൈകൊണ്ട് അതിന് പ്രത്യേക രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഒതുടുക്കുമ്പോ ശ്രദ്ധിച്ച എല്ലാരും ഇങ്ങനെ ഒരു കോമാളിത്തരാണ് ആ സമയത്ത്. ഇങ്ങനെ ഇവിടെ തൊട്ട് ഇങ്ങനെ തലമ 4 മേട്ടം മേടിച്ചിട്ട് പോരാന്നുള്ളതാണ്. അങ്ങനെ ഒരു ദീ ഉണ്ടാവുമോ നോക്കിയാൽ തന്നെ അറിയില്ല. അങ്ങനെ ഒതുണ്ടാവും ഇസ്ലാമില്? ഒരു കോമാളി 4 മേട്ടങ്ങൾ മേടിയിട്ട് തലമ 4 മേട്ടം മേടിയാൽ ഒതുവാവൂല. ഇനി ഓരോരുത്തർ തടയാണെങ്കിൽ, ഒരു ഭാഗം തടയാണെങ്കിൽ തന്നെ നിങ്ങൾ തടയേണ്ടത് ശരിക്കും ഒരു ഭാഗം ഒരു കൈകൊണ്ടൊന്നും ഇങ്ങനെ തടഞ്ഞാൽ മതി. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ മാത്രമേ അതുള്ളൂ. തലയിൽ നിന്ന് അല്പം തടഞ്ഞാലും മതി എന്ന് ഈ ആയത്തിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ട് പറഞ്ഞത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ വരുന്നത്. ഒരു പ്രാവശ്യം മതി. അത് ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കാം. അതൊരു പ്രാവശ്യേ നബി തങ്ങൾ തടഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. ബാക്കിയൊക്കെ 3 പ്രാവശ്യം ഒരു ഒക്കെ പിന്നെ പറയാം. സമയം കിട്ടിയാൽ പറയാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. റമദാൻ മാസം വരെയല്ലേ, കുറച്ച് കാര്യങ്ങൾ നല്ലത് ചെയ്താലും പിന്നെ സമയം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ, റമദാനിന്റെ സമയം ഉപയോഗപ്പെടുത്താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഉഷാറായി വരുമ്പോൾ അതൊന്ന് നമ്മൾ റിഫ്രഷ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഫോർമാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഡീഫോൾട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാലേ ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാലേ തലക്കൊന്നും വരില്ല. 2ാം ക്ലാസ്സിൽ ഓതൊക്കെ പോയിട്ട് പുതിയ ഓതും കൊണ്ട് വരാണ്ട്. അപ്പൊ അതുകൊണ്ട് തല തടയാണെങ്കിൽ തന്നെ വിക്രസൊന്നും കാട്ടണ്ട, ഈ കോമാളിത്തരം കാട്ടണ്ട. വെള്ളം എടുത്തിട്ട് ഒരു ഭാഗം തടഞ്ഞാൽ മതി എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുന്നത്തിൽ അങ്ങനെയല്ല. സുന്നത്തിൽ ശരിക്കും തല മുഴുവനായിട്ട് തന്നെ തടയണം. അതിങ്ങനെ നബി ഇങ്ങനെ എടുത്തിട്ട് പിന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി അവസാനം മുന്നോട്ട് കൊണ്ടുവന്നു എന്നാണ്. ഇതാണ് ശരിയായ തല. പിന്നെ വാർജുലക്കും, നിങ്ങളുടെ കാലുകൾ കഴുകണം എന്ന്. ഇലൽ കഅബൈൻ, അവിടെയും ഇലാണ് ഉപയോഗിച്ചത്. കഅബ് എന്ന് പറഞ്ഞാൽ ഞെരിയാണി എന്നാണ് പറയുന്നത്. ഞെരിയാണി ഉൾപ്പെടെ കഴുകണം എന്ന്. ഇതാണ് ഉളുവിന്റെ തർത്തീബായ രൂപം. കാല് നന്നായിട്ട് കഴുകണം, ശ്രദ്ധിക്കണം. കാല് നനയണം. കുറച്ച് മേലെ കയറ്റി കഴുകണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം.
വല്ലാതെ മേലെ കയറണ്ട, ജരിയാണിയുടെ മുകളിലെങ്കിലും നിന്നിട്ട് കാല് വൃത്തിയായി കഴുകണം. ഇതാണ് ഖുർആനിൽ പറഞ്ഞ വുളൂന്റെ രൂപം. അതുകൊണ്ട് ഈ തർത്തീബ് ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല, മാറ്റാൻ പാടില്ല. ഇത് മാറിയാൽ വുളൂ ശരിയല്ല. ആദ്യം കാല് കഴുകി, പിന്നെ മുഖം കഴുകി, അല്ലെ പിന്നെ കൈ കഴുകി, പിന്നെ മുഖം കഴുകി, ഇങ്ങനെ പാടില്ല. ആദ്യം മുഖം കഴുകി, പിന്നെയാണ് കൈ കഴുകിയതും വായ വെള്ളം കുപ്പിച്ചത്, കുഴപ്പമില്ല, നമുക്ക് അംഗീകരിക്കാം, സുന്നത്തായ ഒരു കാര്യമാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ കർമ്മശാസ്ത്ര നിയമം ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹദീസിലൂടെയാണ്. നബിയുടെ ഹദീസുകൾ വന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ട് പറയട്ടെ, നബി തങ്ങള് ഓരോ വട്ടം കഴുകിയിട്ട് ഒതുകൊടുത്തിട്ടുണ്ട്. ഇത് പലർക്കും അറിയില്ല. ഓരോ വട്ടം കഴുകിയിട്ട് ഒതുകൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ ഒതുകൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം ഒരു മുദ്ദായിരുന്നു എന്ന് ഹദീസിലുണ്ട്. നമുക്കൊക്കെ ടാങ്കി വെള്ളം ഉണ്ടായാലും നമ്മുടെ ഒന്നും ശരിയാവില്ല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളെ കയ്യിൽ 2 കൈ കൂട്ടി പിടിച്ചിട്ട് എടുക്കുന്ന വെള്ളം അത്ര മതി. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പള്ളിക്ക് തന്നെ വന്ന് മൂത്രമൊഴിക്കണമെന്നൊന്നുമില്ല. നമ്മളിവിടെ ബാത്റൂം ഒന്നും സൗകര്യം വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ. എന്നുള്ളത് സംസാരിച്ചു. കണ്ടമാന ചെലവ് വരും നേരാക്കണമെങ്കിലും മറ്റുമൊക്കെ. പരമാവധി വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പള്ളിയിലേക്ക് വരൽ ഏറ്റവും വലിയ സുന്നത്തായ ഒരു കാര്യമാണ്. പറഞ്ഞിട്ടില്ല, ഓരോ കാലടി വെക്കുമ്പോഴും അതിന്റെയൊക്കെ പാപം പൊറുക്കും എന്ന് ഹദീസിലുണ്ട്. ഇല്ല, പള്ളികളിലൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. പക്ഷേ ഒരിക്കലും വെള്ളം അധികാക്കാൻ പാടില്ല. ശക്തമായ വേനലാണ്, വെള്ളമൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വേണം. വെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമമാണ് എങ്കിലൊക്കെ ഓരോ പ്രാവശ്യം ഒതുകൊടുത്താലും കുഴപ്പമില്ല. അപ്പോഴൊക്കെ പൈപ്പ് തുറന്നിട്ട് വർത്താനം പറയണമെന്നൊന്നുമില്ല, ധാരാളം ഉണ്ടെങ്കിലും. അപ്പൊ ഒരു പ്രാവശ്യം നബി തങ്ങൾ ഒതുകൊടുത്തതായിട്ട് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഓരോ വട്ടം കഴുകുക. 2 വട്ടം കഴുകിയതായിട്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ രണ്ട് പ്രാവശ്യം കഴുകുക. ഒക്കെ വെള്ളത്തിന്റെ ലഭ്യതക്കനുസരിച്ച് ചെയ്യാം. 3 വട്ടം കഴുകിയതായിട്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. ഓരോന്നും 3 പ്രാവശ്യം. പക്ഷേ 3-ലധികം കഴുകരുതേ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. 3-ലധികം പറ്റൂല. എത്ര സൗകര്യം ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ലിമിറ്റ് ഇതൊന്നും നമ്മൾ പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ നമ്മളെ തെറ്റിദ്ധരിക്കും. വളരെ ലിമിറ്റാണ്. 3-ലധികം ഒരിക്കലും കഴുകാൻ പാടില്ല. എന്ത് വസ്വാസാണെങ്കിലും ശരി. കുറച്ചധികം കഴുകുന്നുണ്ട്. അപ്പൊ നബി ചോദിക്കാം, അല്ല സഅദ്, എന്ത് കഴുകലാത്? തിരിച്ചു ചോദിച്ചു. സഅദ് തിരിച്ചു ചോദിക്കാം. സഅദ് അബി വഖാസ്, ഞാൻ ഇന്നലെ പറഞ്ഞ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണ്. പിന്നെ ഈ ഉളൂഇൽ ഹൽ ഫിൽ ഉളൂഇ സർഫുൻ യാ റസൂലല്ലാഹ്, ഒതുടുക്കുമ്പോ നേരെ കയ്യും കാലം കഴുകണേൽ എന്താ ഇത്ര അധികാക്കാനുള്ളത്? സാധാരണ നമുക്കൊക്കെ ഉള്ളൊരു സംശയം. ഒതുക്കല്ലേ, നല്ലൊരു കാര്യല്ലേ, കഴുകി വൃത്തിയാക്കല്ലേ? നബി പറഞ്ഞു, നഅം വലൗ കുൻത അലാ നഹ്രിൻ ജാരിൻ, നീ ഒരു ഒഴുകുന്ന നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പുഴയിൽ നിന്നാണ് ഒതുകൊടുക്കണമെങ്കിലും പാടില്ല. എത്ര ഗൗരവമാണ്! നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു പുഴയെന്ന് ഒതുകൊടുക്കുകയാണെങ്കിലും പരിധിയിലപ്പുറം കഴുകാൻ പാടില്ല. ചില വിശ്വാസകരുണ്ട്, ചില വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ എത്ര കഴുകിയാലും തികയില്ല, കാലവരച്ചാലും തീരൂല. അത് രോഗമാണ്, വസ്വാസ് എന്ന് പറയാം, ന്യൂറോസിസ്. കൊണ്ടുപോയി ചികിത്സിക്കണം, അതുവരെ പോലും നിസ്കരിക്കണ്ട എന്നുള്ള. നിങ്ങൾക്കറിയോ, ദമ്മുൽ മുവസ്വിസീൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. ഷെയ്ഖ് പിന്നെ ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, സാദുൽ മആദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ കർത്താവാണ്. അദ്ദേഹത്തോട് വന്ന ഒരു മനുഷ്യർക്ക് ചോദിക്കാൻ, ഞാൻ കുളിക്കുക എന്ന നിയ്യത്ത് വെച്ചിട്ട് 6-7 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങും, എന്നാലും എനിക്ക് കുളിച്ചു എന്ന് തോന്നുന്നില്ല, ഞാൻ നിസ്കരിക്കാൻ എന്താ കാട്ടണ്ടേ? കുളി നിർബന്ധമായ കുളിച്ചിട്ടല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഷെയ്ഖ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, നിനക്ക് നിസ്കാരം നിർബന്ധമില്ല, നീ നിസ്കരിക്കണ്ട. അതാണ് ഈ വിശ്വാസകരോട് പറയാനുള്ളത്. നിസ്കരിക്കണ്ട. അപ്പോൾ അന്തമുട്ട
അപ്പോ ഹദീസ് ഓതിക്കോ. എന്ത്? റുഫിഅൽ ഖലമു അൻ സലാസിൻ, മൂന്നാൾക്ക് മതവിധികൾ ബാധ്യതയില്ല. അതിലൊന്ന് വഅനിൽ മജ്നൂനി ഹത്താ യുഫീഖ, ഭ്രാന്തന് ഭ്രാന്ത് മാറുന്നത് വരെ. ജി ഭ്രാന്തനാണ്, 3-4 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിയിട്ടും കുളിച്ചു നിനക്ക് തോന്നില്ലെങ്കിൽ ജി ഭ്രാന്തനാണ്, നിസ്കരിക്കേണ്ട, ഭ്രാന്ത് മാറിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത്ര വിശ്വാസത്തോളം അതാ പറയുള്ളത്. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം കഴുകിയിട്ട് ശരിയാവില്ല തോന്നുകയാണെങ്കിൽ നല്ലൊരു ഭ്രാന്താസ്പത്രി പോയിട്ട് ചികിത്സിച്ചിട്ട് ഭ്രാന്ത് മാറിയിട്ട് നിസ്കാരം തുടങ്ങിയാൽ മതി, ഓതുടുക്കേണ്ടതില്ല. അതാണ് പറയാനുള്ളത്. കൃത്യമാണ്, ഇതിലൊന്നും ഒരു അതിശയോക്തിയില്ല, കൃത്യമാണത്. അപ്പൊ അതുകൊണ്ട് എന്ത് വസ്വാസിന്റെ പേരിലും ആലോചിച്ചൊക്കെ വസ്വാസ് ഇല്ലാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബികൾക്കുണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ. ചില ആൾക്കാർക്ക് അങ്ങനെ, ചില ആൾക്കാർ നിയ്യത്ത് വെച്ചാൽ ശരിയാവില്ല, അവിടെ നിന്നിട്ട് ഉസല്ലി 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 പറഞ്ഞുകൊണ്ട്. ചിലർക്ക് ഇയ്യാക്ക നഅ്ബുദു ഇയ്യാക്ക പറഞ്ഞുകൊണ്ട്. ചിലർക്ക് ഒന്നും മുറിഞ്ഞല്ലേ തോന്നലാണ്. നമ്മളെ ചിലപ്പോ പരിഹസിക്കലുണ്ട് ആളുകളൊക്കെ ഹദീസ് പറഞ്ഞതിന്. എന്താ ഹദീസ്? നിങ്ങൾ ഒന്നുണ്ടാക്കിയിട്ട് വന്നിട്ട് ഒന്ന് മുറിഞ്ഞോ തോന്നോ? ചില ആൾക്കാർക്ക് മൂത്രം ഒറ്റിയോ തോന്നുക. മൂത്രം ഒഴിക്കുമ്പോ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടുന്ന് പോരാ, പിന്നെ അത് ഞെക്കി പിഴിഞ്ഞ് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ചെയ്യരുത്, അത് രോഗാണ്, ശാസ്ത്രീയമായിട്ടും രോഗമാണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നീച്ചു പോരാ, പിന്നെ അലല്ലാഹ് നിസ്കരിക്കുക, പോവുക. സിലസുൽ ബൗൽ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഹുക്മുകളുണ്ട്. അതുപോലെ തന്നെ ഒന്ന് മുറിഞ്ഞോ മുറിഞ്ഞില്ലേ, കാറ്റ് പോയോ പോയില്ലേ തോന്നുക. നബി പറഞ്ഞു നിങ്ങൾക്കൊരാൾ തോന്നുമ്പോക്കാണ് നീച്ച് നിസ്കാരം ഒഴിവാക്കി പോണ്ട. അവിടെ പറഞ്ഞത് ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ മണമുണ്ടായാൽ എന്ന ഹദീസിലുണ്ട്. അതിനെയാണ് ചില മൗലവിമാര് ഇവരൊക്കെ പറഞ്ഞാല് ബോംബ് പൊട്ടിയാലേ ഇവർക്ക് കൊതുമുറിയുള്ളൂ കൊണ്ട് അതിനെ കളിയാക്കലേ. നല്ലൊരു കാര്യം പറഞ്ഞാൽ കളിയാക്കുക, അതെന്നും ഈ പുരോഹിതന്മാരുടെ പണിയാണ്. കാരണം അവരുടെ ജീവിതം മുട്ടുന്ന കാര്യമാണ്. നബി പഠിപ്പിച്ചു, നിങ്ങൾ അങ്ങനെ ഒരു സംശയം തോന്നുമ്പോക്കിന് വസ്വാസ് തോന്നുമ്പോക്ക് നിസ്കാരം അവസാനിപ്പിച്ചുകൊണ്ടാ. അങ്ങനെ ഉറപ്പ് തോന്നിയാൽ നിസ്കാരത്തിന്റെ ഇടയിലും എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പോകണം. അങ്ങനെ പോകുമ്പോ മൂക്കത്ത് കൈ വെക്കണം എന്നാണ് മസ്അല. നിങ്ങൾ അറബി നാട്ടിൽ പോയാൽ കാണാൻ സാധിക്കും. നമ്മളവിടെ മുണ്ടാതെ കിടന്നാണ് പോയാൽ എനിക്കറിയില്ല, അള്ളാഹു ആയാലും. ഒരു ഇന്ത്യക്കാരൻ മൊയ്ലിയോട് ഞാൻ ചോദിച്ചു എന്താ ഓന്നും പറഞ്ഞാൽ കാട്ടാൻ നിസ്കാരം. ഹംലോ നമാസുമേ ചലേക്കാര, നമ്മളങ്ങനെ പോകും, അങ്ങനെ നിസ്കരിക്കും. നമ്മുടെ ഇമാമുകളുടെ കാര്യമാണ് പല സ്ഥലത്തും. വിവരല്ല, നമ്മൾ വിചാരം നല്ല ഓത്തറിയുന്ന ആളാണ് ഇമാമ് നിർത്തേണ്ടത്. ഓത്തറിയുന്ന ആളെ അല്ല ഇമാമ് നിർത്തേണ്ടത്, മസ്അല അറിയുന്ന ആളെ ഇമാമ് നിർത്തണം. ഓന്റെ ഒന്ന് മുറിഞ്ഞാൽ നമുക്കറിയോ ഓൻ എന്താ അറിയണ്ടേ? അപ്പൊ ഇമാമിന്റെ ഒന്ന് മുറിഞ്ഞാൽ ഇമാമ് മൂക്ക് പിടിച്ച് അവിടുന്ന് പോണെന്ന്. അത് മണം കൊണ്ടല്ല, അതൊരടയാളമാണ്. റസൂൽ നിശ്ചയിച്ചതാണ്. മൂക്കുമ്പോ പിടിച്ചിട്ട് ഓനിട്ട് പോണം. അറബി നാട്ടിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പല പള്ളികളിലും. നമ്മുടെ നാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല. ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. അത് അങ്ങനെ ഹിന്ദിക്കാരൻ പറഞ്ഞ മാതിരി നമ്മളങ്ങനെ പോകാന്നറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് ഇമാമ് പോണം, പകരം പിന്നെ മുന്നിലെ സഫ് എന്ന ഒരാള്, അതിന് പറ്റൂല മുന്നിലെ സഫിൽ ഉണ്ടാണ്, കയറി ഇമാമിന്റെ സ്ഥാനത്ത് നിൽക്കണം. അതാണ് മസ്അല. അപ്പൊ ഇമാമ് നിൽക്കുന്ന ആൾക്ക് മസ്അല കൃത്യമായി അറിയണം. 3 റക്അത്ത് 4 റക്അത്ത് നിസ്കാരം 3 റക്അത്ത് കഴിഞ്ഞ് സലാം മുട്ടിയ എന്താ കാട്ടുന്നത് ഇമാമിനെ അറിയണം. കാസർഗോഡ് നിന്ന് വിളിച്ചപ്പോൾ 4 ഗ്രൂപ്പ് ആയിക്കണം. അതിന്റെ പേരിൽ അതിനും വലിയ ആൾക്കാരെ നമ്മൾ എത്ര ഗ്രൂപ്പ് ഉണ്ടാകുക അറിയാം. ഓരോ മസ്അലക്കും ഓരോ ഗ്രൂപ്പാണ്. ഒരു മസ്അലക്ക് ഒരു ഗ്രൂപ്പ്, മറ്റേ മസ്അലക്ക് ഒരു ഗ്രൂപ്പ്. എത്ര ഗ്രൂപ്പായി ഇപ്പൊ നമ്മള്. വിവരമില്ലാഞ്ഞിട്ടാണ്, വേറൊന്നല്ല, പഠിക്കാഞ്ഞിട്ടാണ്. പഠിക്കാനും തയ്യാറല്ല. ഞാൻ പറഞ്ഞത് ജയിക്കണം എന്നുള്ള രൂപത്തിൽ അങ്ങനെ പോവുകയാണ്. വിവരം തീരെയില്ല. വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വല്ലവർക്കും വിവരം ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. നമ്മൾ പഠിക്കണം, മസാലകൾ പഠിക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. എവിടുന്ന കിട്ടുക? എല്ലാ സൗകര്യങ്ങളുണ്ട് ഇപ്പോ. അതൊരു ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പഠിക്കണം. അങ്ങനെ ആലോചിച്ച് നോക്കും. അതുകൊണ്ട് കാലുകളും ഒക്കെ കഴുകുമ്പോൾ വളരെ സൂക്ഷ്മമായി പാലിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യവും ഉദു കൊടുത്തിരുന്നു. 3-ലധികം ഒരു കാരണവശാലും പാടില്ല. അത് വസ്വാസാണ്. പിന്നെ അതിന്റെ രൂപം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നബി ഉദു കൊടുത്തത്? ആദ്യം മുൻകൈ കഴുകി, പാത്രത്തിൽ കൈയിടാൻ പാടില്ല. ഒരു പാത്രം ബക്കറ്റിൽ നിന്നാണ് ഉദു കൊടുക്കണമെങ്കിൽ ബക്കറ്റിൽ കൈയിടാൻ പാടില്ല. ആദ്യം ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് ചെരിച്ചിട്ട് കൈ നല്ല വൃത്തിയാക്കി കഴുകുക. ഹൗലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഹൗല് 2 കുല്ലത്ത് തന്നെ പറയാം. അതിൽ അധികം ഉണ്ടെങ്കിൽ 2 കുല്ലത്ത്. ഒരു കുല്ലത്ത് പറഞ്ഞാൽ പിന്നെ 2 കുല്ലത്ത് പറഞ്ഞാൽ 1.25 മീറ്റർ ആഴവും നീളവും വീതിയൊക്കെ ഉള്ള സമചതുരത്തിന് അതിലുള്ള വെള്ളം അതൊരിക്കലും നജസാവൂല. ലാ യഹ്മിലുൽ നജസ്, അത് നജസിനെ ചേർക്കൂല.
അതിൽ നിങ്ങൾക്ക് നേരിട്ട് കൈയിട്ട് നമുക്ക് എന്താവാം, കൈ കഴുകാം. അപ്പൊ മുൻകൈ കഴുകുക, എന്നിട്ട് വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. രണ്ടാമത് നബി അങ്ങനെ ചെയ്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളം കൊടുന്നപ്പോൾ ഒതുർത്താൻ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഹദീസ് കൃത്യമായി അതങ്ങനെയാണ് നബി ഒതുർത്തതെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വായിൽ വെള്ളം കയറ്റുക എന്ന് പറഞ്ഞാൽ വലത്തെ കൈ കൊണ്ട് വായിൽ അല്പം വെള്ളം കൊടുക്കുക, കുപ്പിളിക്കുക എന്ന് പറയാം. ഇടത്തെ കൈ കൊണ്ട് മൂക്ക്, പിന്നെ അതേപോലെ തന്നെ ആ വെള്ളം ഒരല്പം മൂക്കിലേക്ക് വലിച്ചു കയറ്റുക വലത്തെ കൈ കൊണ്ട്. ഇത് പണിയൊന്നുമില്ല. ഇടത്തെ കൈ കൊണ്ട് മൂക്ക് പിഴിഞ്ഞ് കളയുക. അല്ല മൂക്കിൽ 2 വിരലിട്ടുകൊണ്ട് വായിൽ വെള്ളം കയറ്റി ചീറ്റിലാവില്ല. നമ്മൾ അങ്ങനെ ചെയ്യും. അങ്ങനെയല്ല. ശരിയായ രൂപം വലത്തെ കൈയിൽ വെള്ളം എടുക്കുക, ആ വെള്ളം വായിൽ കൊടുക്കുന്നതോട് കൂടെ ലേശം മൂക്കിലേക്ക് വലിച്ചു കയറ്റുക, ഇടത്തെ കൈയോട്ട് മൂക്കൊന്ന് പിഴിയുക. ഇതാണ് മൂക്കിൽ വായിൽ വെള്ളം കയറ്റിച്ചിട്ട് മൂക്കിൽ വെള്ളം, വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട്. അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴിയും. അപ്പോഴാണല്ലോ നിയ്യത്ത്. ഞാൻ ഓതുകൊടുക്കും പറയൊന്നും വേണ്ട, ഒരു നിയ്യത്തുമില്ല, ഒരു പ്രാർത്ഥനയില്ല. ഫത്ഹുൽ മുഈനിലൊക്കെ പഴയ കാലത്ത് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഓരോ അവയവം കഴുകുമ്പോഴും ഓരോ പ്രാർത്ഥന ഉണ്ട്. ഓരോ അവയവം കഴുകുമ്പോഴും അതെന്തോ ആവശ്യമില്ല, റെഡിമെയ്ഡ് പ്രാർത്ഥനകളാണ്. അതിനൊക്കെ ഫത്ഹുൽ മുഈനിൽ കാണാം, ഓരോ അവയവങ്ങളും കഴുകുമ്പോഴുള്ള പ്രാർത്ഥന ബിദ്അത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആരോ മെനഞ്ഞുണ്ടാക്കിയ, ഈ കൈ കഴുകുമ്പോൾ പാപം ഒഴിഞ്ഞു പോകും, നഖത്തിന്റെ ഉള്ളിൽ കൂടെ പാപം പോകുന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്ന് ഉണ്ടാക്കിയ ഒരു ദുആയാണ്. പഠിച്ചോനെ എന്റെ കൈയിന്റെ പാപങ്ങളൊക്കെ കഴിഞ്ഞു പോണേ, എന്റെ മൂക്കിന്റെ പാപങ്ങളൊക്കെ പോണേ എന്നൊക്കെ മൂക്ക് കഴുകുമ്പോൾ ആ പ്രാർത്ഥന ഒന്നും വേണ്ട, നിയ്യത്തുള്ളൂ. ആ നിയ്യത്തും പറയാനൊന്നുമില്ല. ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി പിന്നീട് വെള്ളമെടുത്ത് മുഖം കഴുകുക, നേരത്തെ പറഞ്ഞതുപോലെ കൈ കഴുകുക. അതിന് ശേഷം തലയും ചെവിയും തടയുക. ചെവി നബി തടഞ്ഞിരുന്നു എന്നാണ്. അതിന്റെ ശരിയായ രൂപം ചൂണ്ടുവിരല് ചെവിയുടെ ഉള്ളിൽ വെക്കുക, എന്നിട്ട് തള്ളവിരല് കൂടെ ചെവിയുടെ പുറത്തുനിന്ന് ഇങ്ങനെ തടയുക. അതെപ്പോ തല തടയുന്നതിനോട് കൂടെ തല മുഴുവൻ. അപ്പോ ആദ്യം തള്ളവിരല് ചെവിയുടെ ഭാഗത്ത് വെക്കുന്നു, ഈ 2 ചൂണ്ടുവിരല് കൂട്ടിപ്പിടിച്ച് കൈ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ ഉള്ളിലേക്കും കൊണ്ടുവരുന്നു, മുന്നിലേക്കും കൊണ്ടുവരുന്നു. അതോടൊപ്പം പിന്നീട് അതേ വെള്ളം തന്നെ എടുത്ത് ചൂണ്ടുവിരല് ചെവിയിലിട്ട് ചെവിയുടെ മുകളിൽ തള്ളവിരല് കൊണ്ട് തടവുന്നു. ചെവിക്കും അതുപോലെ തന്നെ തലക്കും വേറെ വേറെ വെള്ളം വേണ്ടതില്ല എന്നാണ് ഹദീസിൽ ശരിയായ അഭിപ്രായ പ്രകാരം പഠിപ്പിച്ചത്. എന്നാൽ ഷാഫിമാവിനെ പോലുള്ള ചില ആൾക്കാർ ചെവി തടയാൻ വേറെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളാണ് ആ സമയത്താണ് നമ്മൾ അഭ്യാസം കാട്ടില്ല. 3 ഓട്ടം തലമ്പിയും മൂടും, 3 ഓട്ടം ചെവിയും മൂടും. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെയല്ല. അപ്പൊ ഒരു പ്രാവശ്യമേ അത് റിഫ്സ ചെയ്തിട്ടുള്ളൂ. ഓരോരോ പ്രാവശ്യവും 2 പ്രാവശ്യവും 3 പ്രാവശ്യവും കഴുകിക്കൊണ്ട് ഒന്നെടുക്കുകയാണെങ്കിലും തലയും ചെവിയും ഒറ്റ പ്രാവശ്യം ഒരേ തടവിൽ കൊണ്ട് ഒഴിവാക്കിയതാണ്. അതങ്ങനെ ആയി വരണം. മനസ്സിലായില്ലേ? അതൊന്നും ഉസ്താദന്മാർ നേരെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല. തല മുഴുവൻ തടവല് സുന്നത്താന്ന് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ തല മുഴുവൻ തടവല് ഇങ്ങനെയാണ്. കൈവച്ച് പിറകോട്ട് കൊണ്ടുപോയി മുന്നോട്ട് തന്നെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ 2 ചൂണ്ടുവിരൽ ചെവിയിലിട്ട് ചെവിയുടെ പുറം ഭാഗം കഴുകുക. അതിന്റെ ശേഷം കാല് കഴുകുക. കാലും 3 പ്രാവശ്യം, അല്ലെങ്കിൽ 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. 3 പ്രാവശ്യം കഴുകുകയാണെങ്കിൽ എല്ലാം 3 പ്രാവശ്യം കഴുകും. കാല് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാലിന്റെ ഞെരിയാണി ഉൾപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ ഒതുടുക്കുമ്പോ പലരുടെയും കാലിന്റെ മടമ്പ് നനഞ്ഞിട്ടില്ല. അത് സംഭവിക്കും. കാല് കഴുകുമ്പോൾ സംഭവിക്കും. റസൂലുള്ളാഹി ഉറക്കെ വിളിച്ചു പറ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. നനയാത്ത മടമ്പുകളൊക്കെ നരകത്തിലാണ്. അതുകൊണ്ട് മടമ്പ് ശരിക്ക് ശ്രദ്ധിച്ചു കഴുകണേ എന്ന് നബി തങ്ങൾ വിളിച്ചു പറയാം. അതിനും വേണ്ട വിശ്വാസമൊന്നും വേണ്ട, നനഞ്ഞാ മതി. വിളിച്ചു പറഞ്ഞു. നമ്മളൊക്കെ ചില കാര്യം പറയുമ്പോൾ വേറെ ചില പാർട്ടിക്കാർ പറയും ഇതൊക്കെ ശാഖാപരമായ പ്രശ്നങ്ങളാണ്. ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്, അതൊക്കെയല്ലേ മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു തല തടവലും ഒന്നുമുറിയലൊക്കെ പഠിപ്പിച്ചു കൊടുത്താല് എന്ത് കാര്യം? അതൊക്കെ ശാഖോപശാഖമായ പ്രശ്നം അല്ല, ശാഖാ പ്രശ്നമല്ല, ഇത് ദീനിന്റെ പ്രശ്നമാണ്. ഒരു ശാഖാപരമായ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ യുദ്ധമൊക്കെ കഴിഞ്ഞു വരില്ലേ, യുദ്ധമാണ് ഏറ്റവും വലിയ പ്രശ്നം നാടിന്റെ. അതുകൊണ്ട് നമ്മളെ മുസ്ലിങ്ങൾ ഒരു പാടുണ്ടായിട്ടുണ്ട്, യുദ്ധം ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയല്ലോ കോതോർത്ത് നിസ്കരിച്ചോളി എന്നാണോ നബി പറഞ്ഞത്? അല്ല, അവർ ക്ഷീണിച്ചു വരുമ്പോ അശ്രദ്ധമായിട്ട് കാലിന്റെ മടമ്പൊരു അല്പം കഴുകാൻ മാറിയപ്പോ വളരെ ഗൗരവത്തോടു കൂടി നബി വിളിച്ചു പറയാ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകൊടുത്തത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇതാണ് ഒരുപാട് ഹദീസിലൂടെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്.
അപ്പൊ വുളൂഇന്റെ ശരിയായ രൂപമാണ് ആ പറഞ്ഞത്. ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലു ഉജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അതുകൊണ്ട് വുളൂ എടുക്കുമ്പോൾ അമിതമാവാതെ മിതമായി, ഒന്നും അധികമാവേണ്ട, ഒന്നും കുറയാനും പാടില്ല, കൃത്യമായി വുളൂ ചെയ്യണം. അത് നമ്മുടെ ഒരു ആരോഗ്യത്തിന്റെയും നമ്മുടെ വൃത്തിയുടെയും വൃത്തിബോധത്തിന്റെയും തഖ്വയുടെയും ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد. ഇതിൽ ഈ ആയത്തിലെ ജനാബത്തിന്റെ കുളിനെ പറ്റി പറയുന്നുണ്ട്. തൊട്ടടുത്ത് വൈൻ കുന്തും ജുനുബൻ ഫത്തഹറു വൈൻ കുന്തും മർല ഔ അലാ സഫരിൻ ഔ ജാ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാ പിന്നെ വലം തജിദു മാഅൻ ഫതയമ്മമു. തയമ്മുമിനെ പറ്റി കൃത്യമായി പറയേണ്ടത്. ആളുകൾക്കൊന്നും അറിയില്ല, ആരോ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇതൊക്കെ വലിയ സംഭവം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു സംഭവമില്ല, സിമ്പിൾ കാര്യമാണ്. അതൊക്കെ ഖുർആന്റെ ആയത്തിൽ പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ വചനം, അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ വിശദീകരിച്ചുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ഖുതുബയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാം. നമ്മളൊക്കെ കർമ്മപരമായ കാര്യങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വുളൂ, തയമ്മും, കുളി, അതാണല്ലോ ബേസിക്. അത് നമ്മൾ പഠിക്കണം. ഇതൊന്നും പ്രയാസപ്പെടുത്താനല്ല എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിവരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.